നമുക്കിത് ഏകദേശം മാർക്കറ്റ് റേറ്റ് ഒരു 6,4 ഉണ്ട്. നമുക്കൊരു 5,35 കൊടുക്കാം. അല്ല സോറി 4,35 കൊടുക്കാം. മോഡൽ ഏതെങ്കിലും പറഞ്ഞേ? 2021 മോഡൽ 15 അല്ലേ? വിലയോ? വില നമുക്ക് 2,35 കൊടുക്കാം. അതായത് 15 വണ്ടിയാണ് നിങ്ങൾക്ക് 2,35,000 രൂപയ്ക്ക് തരുന്നത്. അതായത് ഒരു 10, കാരണം എന്താ അറിയോ, കണ്ട ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരു 17 18 മോഡൽ ഉണ്ടാവും, അത്രയും ക്ലീൻ ആട്ടോ. 2,85. ഓക്കെ, 22 മോഡൽ വണ്ടി 4,85 അല്ലേ? ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോൺ കിട്ടും. അതായത് 11 മോഡല് ആണ്, പേപ്പറായ വണ്ടി 2,30 അല്ലേ? അതെ. ബട്ടൺ സെറ്റ് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ് 4,90 നിങ്ങൾക്ക് തരുന്നത്. അതും കുറയാനുണ്ടാവില്ല അല്ലേ? ഫൈനൽ പ്രൈസ് മാക്സിമം കുറച്ച് വരെയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയാറുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുക. ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു യൂസ്ഡ് കാർ ആണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ, കാര്യമായ കംപ്ലൈൻറ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ അത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഏകദേശം 2 മാസത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാണ്, നമ്മുടെ ഹുസൈൻ ഖാൻ്റെ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ്, മമ്മിയൂരാണ്. എക്സൈസ് സ്ഥലം പറഞ്ഞാൽ മമ്മിയൂർ നമ്മുടെ LF കോളേജിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ബ്രോസ് കാർസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും ഇവിടെ മുറ്റത്ത് കൊണ്ടു വിടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എപ്പോഴും ഇവരുടെ വീഡിയോ ചെയ്യാറുള്ളപ്പോൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ക്വാളിറ്റിയാണ്. ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ എനിക്കാണെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികൾ മാത്രമേ എന്തായാലും ഈ ഒരു ഷോറൂമിൽ ഉണ്ടാവാറുള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അത് അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ എന്തായാലും നല്ല രീതിക്കൊക്കെ GSTയിലൊക്കെ മാറ്റം വന്ന സ്ഥിതിക്ക് തന്നെ മാക്സിമം വില കുറച്ചിട്ട് കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ലോണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റപ്പായിട്ട് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും കിടിലൻ വണ്ടികൾ വേണമെങ്കിൽ വീഡിയോ കണ്ടോളൂ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ, ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം, മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 100-ൽ 100 കാര്യത്തിൽ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കിഡിലൻ ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഹുസൈൻക്ക് അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഇവിടെ കൊണ്ടു വെക്കുള്ളൂ അല്ലേ ഹുസൈൻ? റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു വണ്ടീൻ്റെ അവസ്ഥ? ഇപ്പൊ നമുക്ക് ലാസ്റ്റ് റേറ്റ് ഇപ്പൊ GST റേറ്റ് ഒക്കെ കുറഞ്ഞല്ലേ, അപ്പൊ നമുക്ക് കസ്റ്റമറെ നമ്മൾ അങ്ങനെ കുറച്ചിട്ട് തന്നെ എടുക്കണം. നല്ല കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെ നിങ്ങളെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ എടുക്കാറില്ല. ശരി, പിന്നെ മാക്സിമം ഒരു സെക്കൻഡ് ഓണർ ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ? അതെ. ഓണർഷിപ്പ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും എടുത്തുകൊണ്ട് പോകുന്ന ഒരാളും കുറ്റം പറയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വണ്ടികൾ കാണിച്ചാൽ നല്ല കിരൺ പോലത്തെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അതിന് തന്നെ ഒരു വാഗണർ കാണിച്ചാൽ ഇതേതാ മോഡലിക്കാ? ഇത് 2022 1.2 25,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് ഈ പറഞ്ഞ വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആട്ടോ. പിന്നെ ഒരുവിധം വണ്ടികളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിക്ക് ഉണ്ടാവില്ല. അതെ, ഹിസ്റ്ററിയുള്ള വണ്ടികളാണ്. ഇത് 25,000 കിലോമീറ്റർ ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണല്ലോ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. അടിപൊളി. എൻ്റെ ജസ്റ്റ് കുറച്ച് വണ്ടികളുടെ ഇന്റീരിയർ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണ്ടോ? അതെ. ഇത് VXI ആണ്, സെപ്പറേറ്റ് ഒരു ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 22 മോഡൽ വണ്ടി 4,85 അല്ലേ? ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 4 രൂപ മേലെ കയറില്ലേ? 4 മേലെ കയറും. നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 മേലെ കൊടുക്കാം. ഒരു 22-23 വണ്ടിക്ക് 5 മേലെ നമ്മൾ കാണാറുള്ളൂ കൂടുതലും അല്ലേ? അതും 5.5 ലക്ഷം രൂപക്ക് വിറ്റ് പോയിരുന്ന വണ്ടിയാണ്. GSTന്റെ റേറ്റ് കുറവുള്ള കാരണം നമുക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റും. അതും ആലോചിക്കണം, 2022 ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? 4,85. ഈ പറയുന്ന പ്രൈസ് ഫൈനൽ അല്ലേ? ഇത് ലാസ്റ്റ് റേറ്റ് നമ്മൾ പറയുന്നത് 90% ഫൈനൽ പ്രൈസ് ആയിരിക്കും അല്ലേ? നമ്മുടെ എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, 4,85 ഫൈനലാണ്, ഒരു നെഗോസിയേഷനും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ക്രെറ്റയോ? ഇത് 2021 ക്രെറ്റ. 22 രജിസ്ട്രേഷൻ ഉണ്ട്. ഇത് പെട്രോൾ ഡീസലൊക്കെ? ഇത് പെട്രോൾ മാനുവൽ ഇറങ്ങിയ E+. അതായത് ബേസ് ആണ്, പക്ഷേ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോറിന്റെ എല്ലാ സാധനവും ഉണ്ടല്ലോ? എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാവുന്നുള്ളൂ. ഇത് കിലോമീറ്റർ 70 കമ്പനി സർവീസ്. ഇത് മൈലേജ് ഒക്കെ ഉണ്ടോ അത്യാവശ്യം? മൈലേജ് ഒരു 15-16 അറേഞ്ച്. അല്ല, ഇത് 22 അല്ലേ നിങ്ങൾ പറഞ്ഞേ? 21. 21-ൽ 70,000 പെട്രോൾ ഓടി. അപ്പൊ നല്ല മൈലേജ് ഉണ്ടല്ലോ. ഇത് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ. ക്രെറ്റ ഒരുപാട് വിജയിച്ച വണ്ടിയല്ലേ. ഞാൻ ഉപയോഗിക്കുന്ന ക്രെറ്റ ആയിരുന്നു. ഇപ്പൊ ക്രെറ്റ ഒഴിവാക്കിയപ്പോ അൽക്കസാർ എടുത്ത്. ഡീസൽ അല്ലേ? അത് ഡീസൽ. നമ്മൾ പിന്നെ ഡീസലേ ഉപയോഗിക്കുള്ളൂ അല്ലേ? ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 9.5 കൊടുക്കാം. 9,50,000 രൂപയ്ക്ക് 21 മോഡൽ അല്ലേ? ഏകദേശം 9 ലക്ഷം രൂപ ലോൺ കയറും. അത് ഫുൾ ലോൺ എന്തായാലും കയറും. 21 വണ്ടിയല്ലേ? ഫൈനൽ പ്രൈസ് ആണ്. ഷോറൂം റേറ്റ് പറയണം. അതെ, നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ. അതുപോലെ തന്നെ മറാസയോ? മറാസ 2019 മോഡൽ. 4 ടയർ പുത്തൻ ടയർ ആണല്ലോ. 4 പുതിയ ടയർ, 45,000 ഓടിയുള്ളൂ. ഡീസൽ അല്ലേ? ഡീസൽ. ഇത് വേരിയന്റ് ഏതൊക്കെയാ?
ഇത് ബേസ് മോഡലാണ്. ബേസ് ആണല്ലേ? അതില് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്, 6 hour ചെയ്തിട്ടുണ്ട്. 35,000 രൂപയുടെ ഫിറ്റിംഗ്സ്, 35,000 രൂപയുടെ സ്റ്റീരിയോ ആണ് അതിലിരിക്കുന്നത്. പക്ഷെ എക്സ്ട്രാ വേറെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റീരിയോ ഇറങ്ങിയ കാലത്തൊക്കെയാണ് 35,000, ഇപ്പൊ 6,000 രൂപയ്ക്ക്. അല്ല, അത് അന്വേഷിച്ച കമ്പനി അടിച്ചു കഴിഞ്ഞാൽ റേറ്റ് ഉണ്ട് പറഞ്ഞു. റേറ്റ് ഉണ്ട് അല്ലേ? ശരി. ഇത് 40 സംതിങ് കിലോമീറ്റർ ജെന്യൂൻ അല്ലേ? കറക്റ്റ് കിലോമീറ്റർ. എന്തൊക്കെ വില? ഇത് നമുക്ക് ലാസ്റ്റ് 7,50,000 കൊടുക്കാം. 7,50,000 രൂപ. 50,000. ഒരു ഇന്നോവേന്റെ ഫുൾ പരിപാടി നടക്കും. ഒരു ഇന്നോവേന്റെ ഫുൾ പരിപാടി നടക്കും. നടക്കും. 7 സീറ്റ് ആണ്, മൈലേജ് ഇന്നോവനെക്കാട്ടി കൂടുതൽ കിട്ടും. അതെ, എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും 7 സംതിങ് നിങ്ങൾക്ക് എടുത്തോണ്ട് അത് പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ കുറെ ഉണ്ടോ? അല്ല, ഇത് 8,4 പറഞ്ഞ വണ്ടിയാണ്. റേറ്റ് കുറച്ച് ഒന്നും കൂടി കുറച്ച് 7,50,000 കൊടുക്കാം. 7,50 അല്ലേ? ഓക്കെ, എന്തായാലും നെഗോഷ്യബിൾ റേറ്റ് അല്ലാത്ത റേറ്റിൽ നിങ്ങൾക്ക് അത് എടുത്തോണ്ട് പോകാം. ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും. അതുപോലെ തന്നെ A6 ആണല്ലോ. ഇത് ഓടി A4 ആണ്. A4 ആണ് അല്ലേ? പഴയ മോഡലാ? പഴയ ഷേപ്പ്, 2012 മോഡൽ. 12 ആണ്. 12 ഞാൻ അലവിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അലൈസ് അവർ എക്സ്ട്രാ ചെയ്താണ്. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. 12 മോഡൽ A4 ആണ്. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 120. ഇത് കേരള വണ്ടി തന്നെയാ? അല്ല, അങ്ങനെ നമ്പറായ വണ്ടിയാണ്. നമ്പർ ആയതാ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടി. ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം ക്ലീൻ ആണ്. ഇതെന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ? പിന്നെ ഈ 120 ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? ഇത് കമ്പനി സർവീസ് ആണെന്നാണ് ഇതിന്റെ കസ്റ്റമർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ശരി. അതിനകത്ത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ല വൃത്തിയുണ്ട്. ആൻഡ്രോയിഡ് നല്ല റൈറ്റ് ഉള്ള ചെയ്തുള്ളത്. അലോ വീൽസ് ഉണ്ടോ? ഇതൊക്കെ അത്യാവശ്യം മാറ്റി ചെയ്താണ്. അത്യാവശ്യം വിലയുള്ള സാധനം കേട്ടോ. ഇത് നമുക്കിപ്പോൾ എന്താ വില? നമുക്കൊരു 7,60 കൊടുക്കാം. 7,60 KL 10 പേപ്പർ ആയ വണ്ടി അല്ലേ? അതെ. അല്ലെങ്കിൽ 12 മോഡലാണെങ്കിലും എല്ലാവിധ ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ എക്സ് ലൈൻ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും 7,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. മാക്സിമം ലോൺ കയറാവുന്നത് കയറ്റി തരും. അതുപോലെ തന്നെ ഇത് ഡീസലോ പെട്രോളോ? ഇത് ഡിസയർ ഓട്ടോമാറ്റിക് ഡീസൽ. ഓ, ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? അതെ. റയർ സാധനമാണ്. ZDI ആണ്. അലോവിയിൽ 4 പുതിയ ടയർ. കിലോമീറ്ററോ? കിലോമീറ്റർ 59. അതിന്റെ സർവീസ് ഇപ്പോൾ കഴിഞ്ഞു. 60 സർവീസ് കഴിഞ്ഞു. 60 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ അല്ല, മോഡൽ എത്ര പറഞ്ഞു നിങ്ങൾ? മോഡൽ 2017. 17 അല്ലേ? ഓക്കെ, 17 ആണ്. ഇതിന്റെ ഇന്റീരിയർ ഒന്ന് അയച്ചു കൊടുക്കുന്നേക്കാം. അയച്ചു കൊടുക്കാം. ZX ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ലോക്കായി പോകുന്നതാണ്. ഓ, അതായത് വളരെ ലോ കിലോമീറ്ററുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡിസയർ ആണ്. ഇതിപ്പോൾ നമുക്ക് എന്ത് വില വരും? നമുക്കൊരു 5,90 കൊടുക്കാം. 5,90 ഡീസൽ ഓട്ടോമാറ്റിക്കോ? ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? അത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഡീസലും കൂടി ആയതുകൊണ്ടാണ് ഒരു 20ന്റെ മേലെ മൈലേജ് കിട്ടും അല്ലേ? അതെ അതെ. മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സെയിം സാധനം തന്നെ ഇത് ZDI പ്ലസ് ആണ്. ടോപ്പ് എൻഡ് ഡീസലിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ? പ്രൊജക്ടർ ഒക്കെ വരും. കിലോമീറ്ററോ? ഇത് 60,000 കിലോമീറ്റർ. ശരിക്കും? ഇത് മാനുവൽ അല്ലേ? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. അടിപൊളി. അത് നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കിയേ, എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. ഈ കിലോമീറ്റർ 60 എന്നൊക്കെ പറഞ്ഞ ജെനുവിൻ അല്ലേ? ഇത് ഫുള്ള് ഇവിടെ അടുത്ത് ഇന്ത്യസിന്റെ ഷോറൂം ഉണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതെ അല്ലേ? ZDI പ്ലസ് ആണ്. ഇത് 17 തന്നെയാ? ഇത് 2018-19 രജിസ്ട്രേഷൻ. 18-19 അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. എന്തായാലും നല്ല ക്ലീൻ വണ്ടി. എന്താ വില? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 6,90 കൊടുക്കാം. 6,90 അല്ലേ? അതിൽ ലേശം വില വരും അല്ലേ? 7,500 ഷോറൂം റേറ്റ് പറഞ്ഞാൽ നമ്മളത് എല്ലാ വണ്ടിക്കും 10,000-20,000 രൂപ കുറച്ചിട്ട് യൂട്യൂബിൽ തന്നെ. ഇപ്പോൾ ഒന്നാമത് GST ഒക്കെ കുറഞ്ഞതുകൊണ്ടല്ലേ? 6,90 നിൽക്കുക. ആ സാധനം എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ജാസ് എടുക്കണ്ടല്ലോ. ജാസ് ഓട്ടോമാറ്റിക് 2017-18. 17-18 ഓട്ടോമാറ്റിക് അല്ലേ? 77,000 കിലോമീറ്റർ ഓട്ടം. CVT ഗിയർ ബോക്സ് ആണ്. ഇത് V അല്ലേ? V ആണോ? VX ആണെങ്കിൽ V ആണ് അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 77. ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ സർവീസ്. ഓക്കെ, അതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ അയച്ചു തരും. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5,75 കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2017 വണ്ടി അല്ലേ? 17 V ഓപ്ഷനിൽ ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന വണ്ടി 5,75. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിറ്റിരുന്ന 6 ലക്ഷം രൂപ. 16 വണ്ടി വിറ്റിരുന്നത്. അതാണ്. അപ്പൊ അത്രയും മാറ്റം വന്നു അല്ലേ? അത്രയും മാറ്റം വന്നു. വണ്ടി ക്വാളിറ്റി ഇല്ലേ? ക്വാളിറ്റി വണ്ടി, ഒരു റീപ്ലേസും ഇല്ല. ഫുള്ള് കമ്പനി സർവീസിലാണ്. അതെ, നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ അമേസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 2023 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 17? ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് പെട്രോൾ അല്ലേ? പെട്രോള്. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, അതായത് അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇത് ഇന്റീരിയർ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. ബട്ടൺ സ്റ്റാർട്ടും എല്ലാ സാധനവും, പ്രോജക്ട് ഹെഡ്ലൈറ്റും എല്ലാം വരും. ഇത് മോഡല് 2023 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 വെറും 17,000 കേട്ടോ. പുത്തൻ വണ്ടി തന്നെ പറയാം അല്ലേ? വണ്ടി. എന്താ വില? നമുക്കൊരു 7,60 കൊടുക്കാം. 7,60. 23 വണ്ടിക്കൊക്കെ എത്രയും ഫുൾ ഓപ്ഷൻ 7,60 ഉള്ളൂ അല്ലേ? അതെ, അതിനാല് 8,15 ഇട്ടിരുന്നതാണ്. പിന്നെ ഇപ്പത്തെ റേറ്റ് മാറ്റം വന്ന കാരണം ഏകദേശം എടുത്ത പ്രൈസ് തന്നെയാണ്. പുതിയ 12 ചില്ലറയൊക്കെ ഇല്ല ഇപ്പൊ? 11 ചില്ലറ ഉണ്ട് ഇപ്പത്തെ റേറ്റ് അല്ലേ?
അന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 13 സംതിങ് ഒക്കെ ഇല്ലേ? അന്ന് ഇറങ്ങുമ്പോഴും ഏകദേശം അതിനെ ഉണ്ടാവുള്ളൂ. അല്ല 80 1 ലക്ഷം കണ്ട് കുറഞ്ഞില്ലേ? 80 1 ലക്ഷം കണ്ട് കുറഞ്ഞില്ലേ ഇനി? അതിന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മോശമൊന്നുമില്ല, നല്ല അടിപൊളി ക്ലീൻ വണ്ടി. ഇനി എറ്റിയോസ് ആണെങ്കിലോ? ഇത് എറ്റിയോസ് 2011 വണ്ടി, ഇങ്ങോട്ട് നമ്പറായ വണ്ടി കേട്ടോ. കുറെ കാലമായി, ഒരു 10 വർഷമായി നമ്പറായിട്ട്. അതെ അല്ലേ, റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. ജി ഡി ആയിരിക്കും അല്ലേ? അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 130. അത് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയില്ല. അതെ, വണ്ടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല ഡീസലിൽ 11 മോഡൽ വണ്ടി ഇന്റീരിയലും ബോഡിയൊക്കെ കണ്ടിട്ട് വണ്ടി വൃത്തിയുണ്ട് അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ടൊയോട്ട വൃത്തിക്ക് ഉപയോഗിച്ചാൽ ഒന്നും അറിയൂല, ഓടിച്ചു നോക്കിയാലും അറിയൂല അല്ലേ? അലോവേല് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസും കാര്യമൊന്നുമില്ല. 230 കൊടുക്കാം നമുക്ക്. അതായത് 11 മോഡല് ആണ്, പേപ്പറായ വണ്ടി 230 അല്ലേ? അതെ. എന്തെങ്കിലും കുറേ ഉണ്ടോ റേറ്റ്? ലാസ്റ്റ് റേറ്റ് ആണ്. 5 രൂപ കൊണ്ട് കുറക്കാം, 225 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാം അല്ലേ? ഓക്കെ, നിങ്ങൾ വന്നാൽ മതി, വന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളാം. അതുപോലെ തന്നെ ബലേനോ ആണെങ്കിലോ? ബലേനോ സീറ്റ 2016-17 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 16-17 സിംഗിൾ ഓണർ. നല്ല നീറ്റാണല്ലോ. നല്ല വണ്ടി, നമുക്ക് ഗുരുവായൂർ വണ്ടി. അതെ അല്ലേ? ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. 77 ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 77 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിയൊക്കെ പക്കയല്ലേ? പക്ക. ഇപ്പൊ ഈ പറഞ്ഞ വണ്ടികൾക്ക് ഒന്നും മേജർ റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ഇല്ല, ക്ലീൻ വണ്ടികളായിരിക്കും. ശരി, വിലയോ? ഇത് നമുക്ക് ലാസ്റ്റ് 490 കൊടുക്കാം. 490 സീറ്റ് കൊടുക്കാം. സീറ്റ അടിപൊളി ബട്ടൺ സെറ്റ് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. 490 നിങ്ങൾക്ക് തരുന്നത്. അതും കുറയാൻ ഉണ്ടാവില്ല അല്ലേ? ഫൈനൽ പ്രൈസ് മാക്സിമം കുറച്ച് 25 അവിടെ ഇട്ടുള്ളത് 490 കൊടുത്തു വിടുകയാണ് അല്ലേ? വില പറഞ്ഞപ്പോൾ പെട്ടില്ലേക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല. ഇപ്പോൾ ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറ്റവും പറയില്ല. കാരണം വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, അത്രയും നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട്, ഞാൻ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന കംപ്ലീറ്റ് വണ്ടികളും വെള്ള കളർ വണ്ടിയല്ലേ? അധികം വെള്ളയാണ്. 90% വെള്ളയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അൾട്ടോ കാണിച്ചു തരാം. അൾട്ടോ ഏതാ മോഡല്? ഇത് 2017 VXi. 17 VXi അല്ലേ? 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എന്നാലും മോശമൊന്നുമില്ല, നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതൊക്കെ എന്തൊക്കെ വില? ഇത് നമുക്ക് ലാസ്റ്റ് 265 കൊടുക്കാം. 265. 2,65,000 17 വണ്ടി അല്ലേ? ഏകദേശം ഒരു 2.25 ലോൺ കിട്ടും അല്ലേ? മോശമൊന്നുമില്ല, ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ അൾട്രോസ് ആണെങ്കിലോ? അൾട്രോസ് 2020-21 വണ്ടി. 2021 അല്ലേ? ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വണ്ടി. ഓക്കെ, അതായത് പിന്നെ ഏറ്റവും ഫുള്ളിന്റെ തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ XM ആയിരിക്കും അല്ലെ? XT ആയിരിക്കും അല്ലേ? അതെ, മോശമൊന്നുമില്ല. ഇതില് വാട്ടർ ഷോട്ട് കാര്യങ്ങളൊന്നും വരില്ലെന്നേ ഉള്ളൂ. വണ്ടി നല്ല ക്ലീൻ ആണ്. ചെറിയ റീപ്ലേസ് ഉണ്ട് കേട്ടോ. അലോയ് വീൽസ് ഈ സൈഡ് തട്ടിയിട്ട് എയർ ബാഗ് ചാടിയുണ്ട്. ഏതാ? ഈ സൈഡ് തട്ടിണ്ടായിരുന്നു, എന്നിട്ട് എയർ ബാഗ് ചാടിയുണ്ട്. എയർ ബാഗ് ഈ സൈഡ് ബോണറ്റൊന്നും മാറിയില്ല. 2.5 ലക്ഷം രൂപയ്ക്ക് ഷോറൂമിൽ സെറ്റ് ചെയ്താ. അതായത് എയർ ബാഗ് ഒക്കെ കംപ്ലീറ്റ് മാറി ഷോറൂമിൽ തന്നെ? ഷോറൂമിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് നല്ല വില കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ? നമുക്കിത് ഏകദേശം മാർക്കറ്റ് റേറ്റ് ഒരു 6.25 ഉണ്ട്. നമുക്കൊരു 535 കൊടുക്കാം. അല്ല സോറി, 435 കൊടുക്കാം. മോഡൽ ഏതെങ്കിലും പറഞ്ഞേ? 2021 മോഡൽ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ള? 38. ഇത് അപ്പുറം പണിയെടുത്തിട്ടുണ്ടാവും അപ്പോൾ? ഇല്ല, അപ്പുറം ഒന്നും സൈഡ് മാത്രം ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. അതെ അല്ലേ? അതായത് ഫെൻഡറിൽ ചെറിയ പണിയെടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബോണ്ട് മാറിയിട്ടില്ല, മേജർ ഇടിയൊന്നും അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 430 കൊടുക്കാം. 435 ഫുൾ ലോൺ കിട്ടുന്ന സാധ്യത. ഫുൾ ലോൺ അതിന്റെ മേലെ കയറി 21 വണ്ടിയല്ലേ അല്ലേ? മോശമൊന്നുമില്ല, അതും കാര്യമായ പ്രശ്നങ്ങളല്ല. നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. ഇവിടെ ടാറ്റയുടെ ഷോറൂം ഉണ്ട്, കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ അവിടെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? സ്വിഫ്റ്റ് 2016 VXi. 16 VXi അല്ലേ? 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 39,000. അത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 4 ടയർ പുതിയത്, വേറെ ഭാഗത്തൊന്നുമില്ല. 16 39 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ അല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 440 കൊടുക്കാം. 440. ഈ സാധനത്തിന് മാത്രം വില അങ്ങോട്ട് കുറയൂല അല്ലേ? അത് കുറയണല്ലേ, കാരണം 18 വണ്ടി ഇപ്പോഴും ഈ വിലക്ക് കിട്ടും. ഏകദേശം എടുത്ത വിലയുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞുള്ളത്. അതാണ് ഇത് എത്ര വില പറഞ്ഞാലും കുറയാത്തൊരു സാധനം. അത് 430 നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം. 16 വണ്ടി, ലോ കിലോമീറ്റർ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? റിക്സ് 440. 440 അല്ലേ പറഞ്ഞത്? സോറി, റിക്സ് 2015 വണ്ടി. നമ്പറായ വണ്ടി കേട്ടോ. ഇത് പേപ്പർ ആയതാ? നമ്പറായ വണ്ടി, ഡീസൽ അല്ലേ? ഇത് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ? ഒന്നുമില്ല, അപാകതൊന്നുമില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കില്ല, ഈ വണ്ടിയല്ലേ? അതെ, ഡീസലാണ്. മോഡൽ നിങ്ങൾ പറഞ്ഞേ? മോഡൽ 15 അല്ലേ? വിലയോ? വില നമുക്ക് 235 കൊടുക്കാം. അതായത് 15 വണ്ടിയാണ് നിങ്ങൾക്ക് 2,35,000 രൂപയ്ക്ക് തരുന്നത്. അതായത് ഒരു 12 വണ്ടീൻ്റെ വിലയ്ക്ക് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ലോൺ ഫുള്ള് കയറുമല്ലോ അല്ലേ? ലോൺ ഏകദേശം ഫുള്ള് കയറും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഫിഗോ 2011 വണ്ടി,
11 നല്ല അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മറ്റേ BBG ഉണ്ട് അല്ലേ? ഇങ്ങനെ ഇവിടെ എക്സ്ചേഞ്ച് വരുന്നതാ. അതെ എക്സ്ചേഞ്ച് വരുമ്പോൾ നമുക്ക് കൊടുക്കും. ഡീസൽ മോശമൊന്നുമില്ല. ഇത് കിലോമീറ്റർ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? കിലോമീറ്റർ 130. ജെനുവിൻ ആയിക്കോണമെന്നൊന്നുമില്ല, പറയാൻ പറ്റില്ല. ഹിസ്റ്ററി എടുക്കാൻ ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഹിസ്റ്ററി എടുക്കാൻ വകുപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പറയണില്ല അതിന്റെ എന്താന്നുള്ളത്. ഞാൻ എടുത്തിട്ടില്ല ഹിസ്റ്ററി, അപ്പൊ അത് കാരണം നമ്മൾ പഴയ വണ്ടികളൊന്നും എടുക്കാറില്ല. ശരി, വിലയോ? വില 1 രൂപ കൊടുക്കാം, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ കൊടുക്കാം. നാല് അയലവിലും ടയർ ഊരി വിട്ടാൽ കിട്ടൂല 10-30,000 രൂപ അല്ലേ? ഓക്കെ, 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഡീസൽ വണ്ടി എടുത്തോണ്ട് പോകാം, മൈലേജ് ഒക്കെ ഉള്ള വണ്ടി. അതുപോലെ തന്നെ ഒരു 7 സീറ്റർ സൈലോ 2013 വണ്ടി. 13 സൈലോ അല്ലേ? കിലോമീറ്ററോ? ക്ലീൻ വണ്ടി ആയിട്ട്, ഒരു ടച്ചിങ് പോലും ഇല്ലാത്ത വണ്ടി. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്ററോടെ 13 വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ മോശമൊന്നുമില്ല, ഇന്റീരിയർ അടിപൊളി കേട്ടോ. ഇത് വേരിയന്റ് ഫുള്ളാണോ? ഫുള്ളിന്റെ തൊട്ട് താഴെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെ വില? ഇത് നമുക്കൊരു 3,20,000 രൂപ കൊടുക്കാം. 3,20,000 7 സീറ്റർ, ഇത്രയും വലിയ സൈലോ അല്ലേ? അതെ. ഓക്കെ, അതായത് മോശമൊന്നുമില്ല. ഇതൊക്കെ ലോൺ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ലോൺ ഏകദേശം 2 ലക്ഷം കിട്ടും. അതെ, ബാക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം. അതുപോലെ തന്നെ എക്കോ ആണെങ്കിലോ? എക്കോ 2013 വണ്ടി. 13 അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് ഉള്ള 85 ഓടിയ വണ്ടി. 13 85 ഓടിയതാണ്. പക്ഷെ ഇത് കണ്ട 13 ആണെന്ന് ആരും പറയില്ല കേട്ടോ. ഇല്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ 4 ടയർ പുത്തൻ ടയർ അല്ലേ? അതെ, പുത്തൻ ടയർ ഇട്ടേക്കുന്ന കേട്ടോ. 13 വണ്ടിക്ക് എന്താ വില? നമുക്ക് 2,85 കൊടുക്കാം. 2,85 കൊടുക്കാം അല്ലേ? 2,85. പക്ഷെ ഇത് കണ്ടിട്ട് ഒരു 17-18 വണ്ടിയാണല്ലേ പറയുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡി അങ്ങനെ പെയിന്റ് കയറിയില്ല, വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഈ ഹെഡ്ലൈറ്റ് ഒന്നും മാറിയില്ല? ഇല്ല, ഹെഡ്ലൈറ്റ് മാറിയാൽ ഞാൻ പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഒരു 17-18 മോഡൽ ഉണ്ടാവും, അത്രയും ക്ലീൻ ആട്ടോ. 2,85. ഓക്കെ, ഒരു 1.5 ലക്ഷം രൂപ ലോൺ കയറും കേട്ടോ. അത് കയറും. അതുപോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കലി നല്ല അടിപൊളി ഒരു ടൈറ്റാനിയം പ്ലസ് എക്കോ സ്പോർട്ട്. ടൈറ്റാനിയം പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുള്ളിനെ തൊട്ട് താഴെ വരും. ഇതിന്റെ മേലെ ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ? അത് പിന്നീട് നമ്മൾ 18 ഇറങ്ങിയത് അല്ലേ? ഓക്കെ, ഇതിപ്പോ മോഡൽ തുടങ്ങി ഇത് 2016 വണ്ടി. 16 ഫുൾ ഓപ്ഷൻ വണ്ടി. 16 ഫുൾ ഓപ്ഷൻ. പെട്രോളില് ഓട്ടോമാറ്റിക്. ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടുക? മൈലേജ് ഒക്കെ ഒരു 10, 11, 12 അത്ര കിട്ടുള്ളൂ. പക്ഷെ അന്യായ കംഫർട്ട് അല്ലേ ഈ സാധനം? നല്ല കംഫർട്ട്. റീപ്ലേസ് കമ്പനി സർവീസ് 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 80 ഓടി. മോശമില്ലാത്ത മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ. ഫുൾ കമ്പനി സർവീസ്. ഇപ്പോൾ ഓയിലും ഫിൽറ്റർ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയുണ്ട്. അല്ലേ? അപ്പോൾ അതൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. എന്താ വില? നമുക്ക് ലാസ്റ്റ് ഒരു 5,20,000 കൊടുക്കാം. 5,20,000. മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അല്ലെങ്കിൽ 5,20,000 നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് തരുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ആൾട്ടോയും കൂടി. ആൾട്ടോ 2018 VXi. 18 VXi അല്ലേ? 58,000 കിലോമീറ്റർ ഓട്ടം, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് പിന്നെ ഒരു റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല നീറ്റ് അല്ലേ വണ്ടി? എന്താ വില? ഒരു 2,75 കൊടുക്കാം. 2,75 ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? അതും റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത വൃത്തിയുള്ള വണ്ടി കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. അതുപോലെ തന്നെ ഒരു ജാസും കൂടി. ജാസ് 2017 വണ്ടി. 17 സിംഗിൾ ഓണർഷിപ്പ്. ഇത് പിന്നെ വിയാ? പെട്രോൾ അല്ലേ? പെട്രോൾ അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 80 അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? അതെ, അടിപൊളി. CVT ഓട്ടോമാറ്റിക് വരും. 5.5 കൊടുക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക്. 4 ടയർ പുത്തൻ ടയർ അല്ലേ? അതെ, കമ്പനി സർവീസ്. ഇതുവരെ ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ. 5,50,000 രൂപയ്ക്ക്. അതെ, കുറേ ഉണ്ടോ? അല്ല, ഇതൊക്കെ റേറ്റ് നല്ല റേറ്റ് പറയണ വണ്ടികളാണ്. നമ്മൾ ഏകദേശം എടുത്ത റേറ്റിന് കുറെ വണ്ടികൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശരി. പഴയ സ്റ്റോക്കുള്ളതുകൊണ്ട് ഒഴിവാക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും വണ്ടിക്ക് അപാകത ഉണ്ടായിട്ടില്ല. നമ്മൾ വണ്ടിക്ക് റേറ്റ് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് റേറ്റിൽ കൊടുക്കും. എന്തായാലും കുറച്ചേ പറ്റൂ, വേറെ ഒന്നുമില്ലല്ലോ. എന്തായാലും വെള്ള വണ്ടി ഇപ്രാവശ്യം ഒരുപാടുണ്ട്. കിടക്കുന്ന എല്ലാം വെള്ളം തന്നെയാണ്. നമ്പർ വെച്ചിട്ടുണ്ട്, കാരണം കോൺടാക്ട് ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് നല്ല വണ്ടി എടുത്തുകൊണ്ട് പോകാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഇത്ര നേരം കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, കിടിലൻ വണ്ടികളാണ്. ഒരു കാരണവശാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. അങ്ങനെയല്ല നമ്മൾ കൊടുക്കുള്ളൂ. അതെ, നമുക്ക് വണ്ടി വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതെ, അപാകത ഉണ്ടാകും നോക്കിയതിന്റെ ശേഷം എടുത്താൽ മതി. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിലകളൊക്കെ അത്യാവശ്യം മാക്സിമം കുറച്ചിട്ടുണ്ട്. ലാസ്റ്റ് റേറ്റ് ആണ് എല്ലാ വണ്ടികളും പറഞ്ഞില്ല. ഇവിടെ വരുമ്പോ യൂട്യൂബ് കണ്ട് വരികയെന്ന് പറയണം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഷോറൂം റേറ്റാ പറയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗുരുവായൂരാണ്, പിന്നെ LF കോളേജിന് തൊട്ടടുത്ത്. മമ്മിയൂർ അല്ലേ? എക്സാക്ട് മമ്മിയൂർ LF കോളേജ് ഉണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു രാജയുടെ പമ്പ് ഉണ്ട്, ഇന്ത്യൻ ഓയിൽ പമ്പ്, തൊട്ടടുത്ത് തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.